Hi friends, welcome to Nishas Powerful Kitchen. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. കിച്ചണിൽ നിന്ന് നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് പലരും പറയുന്നുണ്ട് ഇപ്പോഴും എന്താ വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്ന്. അപ്പോൾ അവർക്ക് ആ നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. ഇന്ന് മോർണിംഗിൽ 10 മണിക്ക് 2 ചാനലിലും വീഡിയോസ് ഉണ്ട്, മറക്കാതെ കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു സവാള, അതുപോലെ തക്കാളി, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇവയെല്ലാം ചെറുതായി ചോപ്പ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൗഡർ, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മളിടുന്നത് ഒരു 1/4 ടീസ്പൂൺ വിനെഗർ. ഇതും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ച് അത്ര കണ്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാണല്ലോ, നമ്മൾ വീട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കുന്നതല്ലേ. അപ്പോൾ കൈയൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് കൈ കൊണ്ട് തന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ ശരിയായ രീതി അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കൈ കൊണ്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, എന്നും രാവിലെ 10 മണിക്ക് എൻ്റെ ലേണിംഗ് ക്ലാസ്സിനും കിച്ചണിലും ഞാൻ ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുന്ന സമയം നമ്മൾ ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിലേക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ വെജിറ്റബിൾ മിക്സിങ് ഒന്ന് വെച്ച് അടുത്ത രണ്ടാമത്തെ ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കവർ ചെയ്യുക. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബ്രെഡ് എടുത്ത് ഇതേപോലെ തന്നെ ഇതേ പ്രോസസ്സാണ്. നമ്മൾ നെയ്യെടുത്ത് തടവുന്നു. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസി ഫില്ലിങ്, വെജിറ്റബിൾ ഫില്ലിങ് നമ്മൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെച്ച് കൊടുക്കുക. കൂടുതൽ ആവണ്ട, അപ്പോൾ നമുക്ക് മറ്റേ ബ്രെഡ് സ്ലൈസ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിന് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസ് കൊണ്ട് അതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ പാന് ചൂടായി കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ പാനിൽ കൊണ്ടുപോയി വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നെയ്യൊന്ന് തടവാട്ടോ. അപ്പോൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് തയ്യാറാക്കേണ്ടത്. വളരെ ലോ ഫ്ലെയിമിൽ. തീ കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് അറിയാമല്ലോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് പ്രസ് ചെയ്യുക, നമ്മളെ തവ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ നമ്മൾ രണ്ടാമത്തെ തയ്യാറാക്കിയത്, അതും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു കയ്യിലോ എന്താ പറയുക, ചട്ടകം അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ നിങ്ങൾ പറയുക, ഞങ്ങളിവിടെ അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേൽഭാഗത്ത് നെയ്യ് കുറവുണ്ട് അല്ലേ ബ്രെഡിൻ്റെ, അപ്പോൾ അവിടെ നമ്മളൊന്ന് നെയ്യ് ഒന്ന് കൊടുക്കുക, ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു സ്പൂണോ എന്തെങ്കിലും എടുത്തൊന്ന് നെയ്യൊന്ന് തടവി കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ, പക്ഷേ നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ്. നെയ്യ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ബ്രെഡ് സാൻഡ്വിച്ചിനൊക്കെ ഏറ്റവും നല്ലത് അതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കിവിടെ ഇഷ്ടം അതാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം അതിൻ്റെ ഫില്ലിങ്ങിൽ വെജിറ്റബിൾ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒരുമിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കൊന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സ്ലൈസ് ഇതുപോലെ ചെയ്യാം. അതിൻ്റെ മേലെ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മളെ കുട്ടികൾക്ക് എന്നും ഒരേ റെസിപ്പി തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ബോറടിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണിയുടെ ചായക്കോ നമുക്കിതുപോലെ തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഫില്ലിങ്ങൊക്കെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. കുറച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഷ്ണാക്കിയിട്ട് പീസാക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം ഫില്ലിങ്ങിൻ്റെ കൂടെ. അതല്ലെങ്കിൽ എന്താ പറയുക, ഈ ഫില്ലിങ്ങും എഗ്ഗും കൂടെ ചേർത്ത് അടിച്ചിട്ട് ഫില്ലിങ് തയ്യാറാക്കാം, എന്നിട്ട് വെച്ച് കൊടുക്കാം. പല രീതിയിലും ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കാണുന്നത് തക്കാളിയും സവാളയൊക്കെ. അപ്പോൾ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സാൻഡ്വിച്ച്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. കൂടുതൽ നിങ്ങൾക്കൊക്കെ കോഴിമുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കുക. എന്തായാലും കുട്ടികൾ കഴിക്കും.
കുട്ടികളും കഴിക്കും വലിയവരും കഴിക്കും വളരെ ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഉള്ള സാൻഡ്വിച്ച് റെഡിയാക്കി എടുത്തു. അങ്ങനെ 4 എണ്ണം നമ്മളിവിടെ 4 അല്ല 8 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ട് 4 എണ്ണം തയ്യാറാക്കിയെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.